ഇപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു മടവൂർ CM വലിയുള്ളാഹിനെ പറ്റി പല ആളുകളും എന്തെല്ലാം ഇപ്പൊ പറയുന്നത്. CM വലിയുള്ളാഹിനെ അള്ളാക്കി എന്ന് പറയുന്ന ഒരു കൂട്ടർ നിസ്സാരപ്പെടുത്തുന്നു. ഇക്കരിക്കാത്തതാണെന്ന് പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേറെ പണിയില്ല. അത് തന്നെ മഹാനവറുകൾ ഒരു വലിയ കറാമത്ത് കണ്ട ആളാണ് ഞാൻ. ഒന്നല്ല, കുറേയധികം കറാമത്തുകൾ. ഒരു കറാമത്ത് നരിക്കുരി അങ്ങാടിയിൽ ഒരു വലിയ വയലുണ്ടായിരുന്നു എനിക്ക്. ആ വയലിന് ദുആ ചെയ്യാൻ CM വലിയുള്ളാഹി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇശാ നിസ്കരിച്ച് ഒരു വീട്ടിൽ പോയി കാതറാജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടാളും സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജ് മേലിൽ കയറിയ ഉടനെ തന്നെ മൂപ്പര് ഇരിക്കാതെ ഈ മേശപ്പുറത്ത് വെച്ച ഫ്ലാസ്കും ഗ്ലാസും ഇതൊക്കെ എടുക്കാൻ പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് എന്നിട്ട് നോക്കും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെയും ഖബറു ശരീഫിന്റെയും ഫോട്ടോ ഉള്ള മുസല്ല അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ ഫ്ലാസ്ക് വെച്ചത്. പ്രവർത്തകരോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ സൂറത്തുള്ള ഇത് നിങ്ങൾക്ക് ഫ്ലാസ്ക് വെക്കാനുള്ളതല്ല, അതിനെ ബഹുമാനിക്കണം, അതിന് ചവിട്ടാൻ പാടില്ല, അതിന് വേറെ സാധനം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വേറെ വിൽപ്പ് കൊണ്ടുവന്ന് വിരിച്ച് അങ്ങനെ വാത് പറയുമ്പോൾ ഞാൻ അന്ന് വരെ ദുആ കഴിഞ്ഞാൽ ഉടനെ എന്റെ തലയെക്കെട്ടെടുത്തിട്ട് മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് തല തുറന്നിട്ടിട്ടാണ് ഞാൻ വാത് പറയരുത്. എന്താ കാരണം? വിയർത്ത് കുപ്പായവും ഉടുത്ത തുണിയെല്ലാം നനഞ്ഞു പോകും. അത്ര ശക്തിയായ വിയർപ്പാണ് എനിക്കപ്പോ തലയെ കെട്ടിയാൽ വിയർപ്പ് കുടിച്ചിട്ട് പിറ്റേ ദിവസം അത് പറയാൻ കഴിയില്ല. അങ്ങനെ ഈ വയത് കഴിഞ്ഞതിന്റെ ശേഷം എന്നെ സ്വകാര്യമായിട്ട് സ്റ്റേജിന്റെ ഒരു മൂലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, എന്തിനായി തലയെക്കെട്ടെടുത്ത് വെക്കുന്നത്, അതിന് എടുത്തു വെക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ കുപ്പായൊക്കെ കണ്ടില്ലപ്പോ ഞാൻ പിടിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടതുപോലെ വിയർപ്പ് പോകും. അത്രയും അധികം വിയർപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയും, ഇന്നു മുതൽ നിങ്ങൾക്ക് ആ വിയർപ്പ് വേണ്ട, നാളെ മുതൽ നിങ്ങൾക്ക് ആ വിയർപ്പ് വേണ്ട, അതുകൊണ്ട് തലയെക്കെട്ടെടുത്ത് വെക്കണ്ട. സഹോദരങ്ങളെ നേരെ കണ്ണുകൊണ്ട് കാണണം, വേണ്ടാന്നാ പറഞ്ഞത്. പിറ്റേ ദിവസം മുതൽ എനിക്ക് പിന്നെ ആ വിയർപ്പിന്റെ രോഗം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിക്കൂ, ഇതെല്ലാം വലിയ കറാമത്ത് അല്ലേ? അതാണ് CM വലിയുള്ളാഹിയിൽ ഞാൻ കണ്ട സംഭവം. വേറെ പല കറാമത്തുകളുമുണ്ട്. ഞാൻ ഒരിക്കൽ പാലക്കാട്ട് കൂടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുജാഹിദുകളും PK മുസ്ലിയാരും തമ്മിൽ വാദപ്രതിവാദം നിശ്ചയിച്ചു. മർഹൂം PK മുസ്ലിയാർ ഹജ്ജിന് പോയപ്പോ ഇവർ നോട്ടീസ് ഇറക്കി, സുന്നികൾ വാദപ്രതിവാദത്തിന് ഒരുങ്ങിയിട്ട് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കി. ഇനി ആരെങ്കിലും ഉണ്ടോ
കൂട്ടത്തിൽ കുറെ കളിയാക്കിയിട്ട് കുറെ ചോദ്യങ്ങൾ പോയി. അങ്ങനെ അന്ന് സമത്വ കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ. അദ്ദേഹവും കോട്ടമല ഉസ്താദും അതുപോലെ മറ്റുള്ള എല്ലാ ആലിമീങ്ങളും ഒരുമിച്ച് കൂടി അങ്ങനെ പട്ടിക്കാട് ജാമ്യാനുജയിൽ ഒരുമിച്ച് കൂടി അവിടുന്ന് വാദപ്രതിവാദം നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് നടത്താൻ തീരുമാനിച്ചു. അതിന് എന്നെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ വാദപ്രതിവാദത്തിന് പോകുന്നതിന് മുമ്പ് ഒന്ന് CM കാണണം, അവർ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കണം എന്ന് കരുതി 3-4 സ്ഥലത്ത് പോയി. ചെല്ലുമ്പോഴൊക്കെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടുന്ന് പോയി കണ്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പിന്നെ അങ്ങനെ പോയിട്ട് പാലക്കാട്ട് എത്തി. അവിടെ മഞ്ഞക്കുളം മക്കാമിൽ സിയാറത്ത് ചെയ്ത് പുറത്തോട്ട് കൊണ്ടിറങ്ങിയപ്പോ CM ഒരു ഖാദിം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു ഖാദിമുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും സലാമാതി എന്നെ CM അയച്ചതാണ്, നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ എന്നെ അയച്ചതാണ്. വാദപ്രതിവാദം നടത്തിക്കോളൂ, അത് വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്നു. അത് എന്താണ് നിങ്ങൾ ആലോചിക്കും? ഞാൻ അവരടുത്ത് പോയിട്ടുമില്ല, ആരോടും പറഞ്ഞയച്ചിട്ടുമില്ല. എന്റെ മനസ്സിലുള്ള ഈ വേദാറ് അവരറിയുകയും ഉടനെ ആളെ അയക്കുകയുമാണ്. എന്ന് മാത്രമല്ല, വിജയിക്കുമെന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി പോയി. ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ 10 മിനിറ്റോളം മുജാഹിദ് മൗലവി ഉണ്ടാതെ ഇരുന്നു പോയി. ഇത് കണ്ടപ്പോ സാധാരണ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ ആളുകൾ ഒന്നായി സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി 90 വീട്ടുകാർ ഊടൂരിലും പരിസരത്തും പറളിയിലുമുള്ള ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് മടങ്ങി. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ പള്ളിയിൽ ആ മടങ്ങിയ സുന്നികൾക്ക് വേണ്ടി ഞങ്ങൾ പള്ളി ഉണ്ടാക്കി അവിടെ ജുമയും ജമാഅത്തും നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. 10-20 മിനിറ്റ് മുജാഹിദ് ഉണ്ടാതെ ഇരുന്നു പോയി. പിന്നെ കുറേ സമയം കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ അയാൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത്, വലിയ കറാമത്തുകൾ, അങ്ങനെ ഒരുപാട് കറാമത്തുണ്ട്. ആ പരിപാടി കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിലെത്തി. എനിക്ക് പനി വന്നു, ശക്തിയായ പനി. അന്ന് പൂനൂരില് ഹുസൈൻ ഡോക്ടർ എന്നൊരു ഡോക്ടറാണ്, ഒരു MBBS ഡോക്ടറാണ് അന്ന്. ഇപ്പോഴാണ് MBBS ഒന്നും വരല്ലാതെ MD-ക്കാർ മാത്രമായത്. അയാൾ വേറെ 2-3 ഡോക്ടർമാർ താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും നോക്കി മരുന്ന് തന്നു. എനിക്ക് പനി സുഖം കുറയുന്നില്ല, സുഖമുണ്ടാവുന്നില്ല. അങ്ങനെ രാത്രി ഞാൻ ഔലിയാക്കളെല്ലാവരും ഫാത്തിഹ കിടന്ന് നല്ലോണം ഉറങ്ങിപ്പോയി. ശക്തിയായ പനിയൊക്കെ ഉറങ്ങിപ്പോയി. അപ്പൊ രാത്രിയിൽ ഉറക്കത്ത് കാണുന്നു ഒരു മനുഷ്യൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, പഴയ നാടൻ വർത്താനങ്ങളും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അയാളെ കൈ എന്റെ ചുമലിൽ ഇങ്ങനെ വെക്കാൻ നോക്കിയപ്പോൾ ഞാനത് തട്ടിക്കളഞ്ഞു. കാരണം പണ്ട് ഞാൻ കളരി പഠിക്കുമ്പോ നമ്മളെ കുട്ടിക്കൊരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പഠിപ്പിച്ചത് അറിയാത്ത ആള് ശരീരത്തിൽ കൈവെക്കാൻ എന്നാൽ സമ്മതിക്കരുത്.
അങ്ങനെ ഞാൻ ഇയാളെ തട്ടിക്കളഞ്ഞില്ല. അങ്ങനെ പിന്നെ പിന്നാലെ തന്നെ ഇങ്ങനെ വന്ന് കുറേ മുമ്പോട്ട് പോയപ്പോൾ ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് എന്നെ പിടിച്ചു വലിച്ച് തള്ളിയിടുക. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും കൂടി അവസാനം ഒരൊറ്റ വലി അയാളൊക്കെ വലിച്ചുവിട്ടപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ആ കുഴിയിൽ അക്കരെ എത്തിപ്പോയി, കുഴിയിൽ വീടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വരുന്നു. വന്നിട്ട് ഇയാളപ്പോൾ കൂടി പോയിക്കൊണ്ട് എന്താന്ന് ചോദിച്ചാൽ എന്നോട് വർത്താനൊക്കെ പറഞ്ഞ് വായിൽ കൈയിട്ട് എന്നോ ഒരു സാധനം എടുത്തു കളഞ്ഞു. ലാ തഖഫ്, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഒരു പനിയുമില്ല. നേരം വെളുക്കുമ്പോഴേക്ക് എന്റെ പനിയും മാറി, എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞാൻ താമരശ്ശേരി മിഠായി ആച്ചി എന്നൊരാളുണ്ടായിരുന്നു. അയാളെ വീട്ടിൽ CM വലിയുള്ള വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് കാണാൻ ചെന്ന് ആ സമയത്ത് എന്നോട് പറയുന്നു, ഖുൽതു ലക ലാ തഖഫ് വഅഖൂലു ലക അൽആന വലാ തഹ്സൻ. ഞാൻ നിങ്ങളോട് ഭയപ്പെടണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുഷിപ്പ് വേണ്ട എന്നുകൂടി ഞാനിതാ, ദുഃഖം വേണ്ട എന്നുകൂടി ഞാനിതാ ഇപ്പോൾ പറയുന്നു എന്ന് എന്നോട് ഉണർച്ചയിൽ പറയുകയാണ്. അദ്ദേഹം അത് ഉറക്കത്തിലാണ്. പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് എന്റെ അനുഭവത്തിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് ഔലിയാക്കളുടെ പേര് പോക്കണ്ട. അങ്ങനെ ചില ആളുകളുണ്ട്, ഇല്ലാത്ത കറാമത്ത് കള്ളത്തരം പറഞ്ഞു പരത്തി ജനങ്ങളെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതൊന്നും വേണ്ട. ഹക്കായ കറാമത്തുകൾ തന്നെ വലിയാക്കളുടേത് ഉണ്ടാകും. അമ്പിയാക്കൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിസാലത്ത് കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതിന് ഇർഹാസാത്ത് എന്ന് പറയും.